2008 ഒക്ടോബർ 15 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതോടെ അൽഫോൺസാമ്മ ഭാരതത്തിൽ നിന്നുള്ള ആദ്യ വിശുദ്ധയായി. കോട്ടയം ജില്ലയിൽ കുടമാളൂർ ഇടവകയിലെ മുട്ടത്ത് പാടത്ത് ജോസഫിന്റെയും മേരിയുടെയും നാലാമത്തെ മകളായി 1910 ഓഗസ്റ്റ് 19 ജനിച്ചു. അന്നക്കുട്ടി എന്ന പേര് മകൾക്ക് നൽകി. കുടമാളൂർ പള്ളിയിൽ മാമോദീസ നൽകി. അമ്മയുടെ മരണശേഷം വില്യമ്മ ത്രേസ്യാമ്മയായിരുന്നു കുഞ്ഞിനെ പരിപാലിച്ചത്. 1917 നവംബർ 27 കുടമാളൂർ പള്ളിയിൽ അന്നക്കുട്ടി ആദ്യ കുർബാന സ്വീകരിച്ചു. 1920 മുതൽ അന്നക്കുട്ടി മുട്ടച്ചിറ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു. അമ്മയുടെ സഹോദരിയായ മുട്ടച്ചിറ മുടിക്കാൻ അന്നാമ്മയുടെ വീട്ടിൽ താമസിച്ചു. കൗമാര പ്രായത്തിലേക്ക് കടന്ന അന്നക്കുട്ടിയുടെ സൗന്ദര്യം എല്ലാവരെയും അസൂയ ജനിപ്പിക്കുന്നതായിരുന്നു. അവളെ വിവാഹം കഴിപ്പിക്കുവാൻ വീട്ടുകാർ തീരുമാനിച്ചു. എന്നാൽ ഈശോയുടെ തിരുമകനെ ഓർത്ത് എന്നെ വിവാഹത്തിന് നിർബന്ധിക്കരുത് എന്ന് അവൾ അപേക്ഷിച്ചു. തന്റെ ശാരീരിക സൗന്ദര്യത്തെ അവൾ സ്വന്തം കഴിച്ചു. തന്റെ ശരീരം വികൃതമായ വിവാഹം നടക്കില്ലെന്ന് വിശ്വസിച്ചു. അവൾ ഉമിത്തിയും ചാടി മുട്ടോളം താഴെ പോവുകയും ഒരുപാട് പൊള്ളലേറ്റ് കാൽ വികൃതമാക്കുകയും ചെയ്തു. ചികിത്സകൾക്ക് ശേഷം 1927 ഭരണകാലം കാലമടത്തിൽ ചേർന്നു. 1928 ശിലാവസ്ത്രം സ്വീകരിച്ച അൽഫോൺസ എന്ന നാമം സ്വീകരിച്ചു. നിരവധി കഴിവുകൾ ഉണ്ടായിരുന്ന അവൾ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം ദൈവസ്നേഹത്തെ പ്രതി ഭംഗിയായി നിർവഹിച്ചു.